A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. കോൺഗ്രസ് വിടുന്നവർ നേരെ എത്തുന്നത് ബിജെപിയിലേക്കെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. നിലമ്പൂരിൽ TN ഭരതൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോൺഗ്രസ് വിടുന്നവർ നേരെ എത്തുന്നത് ബിജെപിയിലേക്കെന്ന് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ നേതാക്കളാണ് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരായിട്ടുള്ളതെന്നും അവർ പറഞ്ഞു. നിലമ്പൂരിൽ TN ഭരതൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. CPMന്റെ ഇപ്പോഴത്തെ നിലയും ഏറെ പരിതാപകരമാണ്. കേരളത്തിൽ മാത്രമാണ് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനമുള്ളതെന്നും ഇത് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ലെന്നും ഏകാധിപതിയുടെ പട്ടാഭിഷേകം കൊണ്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ തനിക്ക് പുന്നപ്പറയിലും വയലാറിലും 1ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് CPMന്റെ ചോർച്ച വ്യക്തമാക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ന് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദയക്രിയയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നിങ്ങൾ ചെയ്ത തെറ്റിന്റെ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ആകെ ഒരേ ഒരു മുഖ്യമന്ത്രി, ഒരേ ഒരു ഭരണകൂടം കേരളത്തിൽ മാത്രം, അതും നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല. സമ്പത്ത് എത്ര കണ്ട് തന്റെ കയ്യിലുണ്ടോ, എത്ര സമ്പത്ത് കൂട്ടിപ്പിടിക്കാൻ സാധിച്ചുവോ, ആ സമ്പത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജാധികാരത്തിന്റെ ആ പട്ടാഭിഷേകം ഞാൻ മറ്റൊരാൾക്കും നടത്താൻ തയ്യാറല്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് കഴിവും പ്രാപ്തിയും അവസാനിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തെ എനിക്കും നിങ്ങൾക്കും കേരളത്തിൽ വീണ്ടും കാണാൻ സാധിച്ചത്. രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഭാഗ്യവാനാണ്. കാരണം എന്താണെന്ന് അറിയുമോ? ലോകം കണ്ട ഏറ്റവും വലിയ തന്റെയും ദിഷണാശാലിയും ലോകത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്കും സേവകനായിട്ട് ഈ രാജ്യത്ത് ഇതുപോലെ ഒരു ലീഡർ, ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പ്രണബ് മുഖർജിയെ പോലെയുള്ള ആളുകൾ അടക്കം പറയുകയും എന്നാൽ കോൺഗ്രസിന്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ പരസ്യമായി പറയുകയും ആ പാർട്ടിക്കകത്തേക്ക് ഇന്ത്യയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ കടന്നു വരികയും ചെയ്തുകൊണ്ട് ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ മുഖ്യമന്ത്രിയാകാനുള്ള ഭാഗ്യം ഈ ആദ്യത്തെ കൊലപാതക കേസിലെ 1ാമത്തെ പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെയാണ്. നമ്മുടെ കാരണന്മാര് പറയും, ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പലരുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിക്കെതിരെ പോരാടിയ നേതാവായിരുന്നു TN ഭരതൻ. സ്വന്തം മകനെ പോലും പ്രസ്ഥാനത്തിന് നൽകിയ നേതാവാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ BJPക്ക് ഇന്നുണ്ടായിരിക്കുന്ന വളർച്ചയ്ക്ക് അടിത്തറ പാകിയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. രാജകുടുംബത്തിലാണ് ജനിച്ചത്. രാജകുടുംബത്തിൽ ജനിച്ച എന്നാൽ ഏറ്റവും ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായിട്ടുള്ള ഭരതേട്ടൻ. എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഭരതേട്ടന് വലിയ പഠനം നേടിയെടുക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ഭരതേട്ടൻ നിന്നു. കുടുംബ വ്യവസ്ഥിതിയിൽ ഒരുപക്ഷെ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു രാജകുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ രാഷ്ട്രീയത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഭരതേട്ടൻ കടന്നു വന്നത്. അങ്ങനെ വന്ന ഭരതേട്ടൻ നമുക്ക് ജനസംഘത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് ജനസംഘത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി. അതിനുശേഷം ജനതാ പാർട്ടിയായപ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിന്നു. അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയുടെ പ്രഥമ അധ്യക്ഷനായിട്ട് ഭരതേട്ടന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായി ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ ഭരതേട്ടന് സാധിച്ചു എന്നുള്ളതാണ്. ആ ഭരതേട്ടൻ
സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അനീതികൾക്കെതിരെയും പോരാടിയിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗത്തു നിന്നും വന്ന ആക്ഷേപങ്ങളെ അന്ന് RSSകാരനായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ ജീവിതം തന്നെ നമുക്ക് ഈ ഭാരതാംബയുടെ മുന്നിൽ ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എത്രയോ ബലിദാനികൾ നമ്മുടെ നാട്ടിലുണ്ടായി. നിലമ്പൂർ PV's ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു. RSS നേതാവ് M ബാലകൃഷ്ണൻ, C വാസുദേവൻ, M പ്രേമൻ, K നാരായണൻ, സജി ശങ്കർ, TK അശോക് കുമാർ, ബിജു M സാമുവൽ, KP ബാബുരാജ്, ഷിനോജ് പണിക്കർ, സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ്, ഹരിദാസ് മുതുകാട് എന്നിവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈവരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.